ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അർച്ചന വേൾഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സിൻ്റെ മെസ്സേജ് എന്താണ് നിങ്ങൾക്കായിട്ടുള്ളത് എന്ന് നോക്കാനാണ്. അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നിങ്ങളുടെ പേഴ്സിൻ്റെ മുഖം നിങ്ങൾ 5 മിനിറ്റ് നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരിക, എന്നിട്ട് ഈ റീഡിങ് നോക്കുക. ഫസ്റ്റ് മെസ്സേജ്, നിങ്ങളുടെ പേഴ്സൺ ആരെയും പേടിക്കുന്നില്ല എന്നാണ് ഫസ്റ്റ് മെസ്സേജ് വന്നിരിക്കുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ അങ്ങനൊരു തോന്നലുണ്ടായിരിക്കും, അവർ ആരെയോ പേടിക്കുന്നുണ്ട് എന്ന്. പക്ഷേ അവരുടെ മനസ്സിൽ അവരാരെയും പേടിക്കുന്നില്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇവർ എന്താണോ മനസ്സിൽ ചിന്തിച്ച് വച്ചേക്കുന്നത്, എന്താണോ തീരുമാനം എടുത്തേക്കുന്നത്, അത് മാത്രമേ ഇവർ ചെയ്യത്തുള്ളൂ. അങ്ങനെ ഒരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവർ ആരെയും പേടിക്കുന്നില്ല. ഇവർ എന്താണോ വിചാരിക്കുന്നത്, ആഗ്രഹിക്കുന്നത്, അത് മാത്രമേ നടത്തുകയുള്ളൂ ഇവർ. സെക്കൻഡ് മെസ്സേജ്, ഇവർ നിങ്ങളിൽ വളരെയധികം പ്രൊട്ടക്റ്റീവാണ്. അതായത് മെസ്സേജിലൂടെയോ കോളിലൂടെയോ നിങ്ങളോട് ഈ ഒരു ഭാവന കാണിക്കുന്നുണ്ടായിരിക്കും. നിങ്ങൾക്ക് വേണ്ടി ഇവർ ഭയങ്കര പ്രൊട്ടക്റ്റീവാണ്, പൊസസീവാണ് എന്നൊക്കെ. ഇവിടെ വരാൻ പോകുന്ന സമയം നിങ്ങളുടെ പേഴ്സൺ അതായത് നേരിട്ട് നിങ്ങളോട് ഇങ്ങനെ രീതിയിലുള്ള ആ ഒരു പൊസസീവും പ്രൊട്ടക്റ്റീവും കാണിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് അവരുടെ ആ ഒരു കൺട്രോള്, അതായത് നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നതായിട്ട് നേരിട്ട് അങ്ങനെ ഒരു ഇത് ഇവിടെ കാണാൻ സാധിക്കുന്നു എനർജി. ഇവർക്ക് നിങ്ങളുടെ ചില കാര്യങ്ങൾ വളരെ മോശമായിട്ട് തോന്നുന്നു. അതുകൊണ്ടാണ് ഇവർ കൺട്രോൾ ചെയ്യാൻ നോക്കുന്നത്. ഇവർക്ക് പേടി എന്തെന്ന് വെച്ചാൽ നിങ്ങളെ ഇവർക്ക് നഷ്ടമാകുമോ എന്നാണ്. അതുകൊണ്ടാണ് ഇവർ ഇങ്ങനെ കൺട്രോളിങ് ചെയ്യുന്നത്. അപ്പോൾ സഡനായിട്ട് ഇവരുടെ ആ ഒരു എനർജിയിൽ ചേഞ്ചസ് നിങ്ങൾക്ക് വരാൻ പോകുന്ന സമയം കാണാൻ സാധിക്കുന്നതാണ്. അതായത് ചിലപ്പോൾ ഇവർ ചോദിക്കും, ഇത്രയും രാത്രിയായില്ല, പിന്നെ എന്തിനാ ഓൺലൈനായിട്ടിരിക്കുന്നത്, ഉറങ്ങിക്കൂടെ എന്നൊക്കെ ചോദിക്കും നിങ്ങളോട്. ഇവിടെ നിങ്ങൾക്ക് തോന്നുന്നത് ചിലപ്പോൾ ഇവർക്ക് നിങ്ങൾ എന്ത് ചെയ്താലും ഒരു കുഴപ്പവുമില്ല എന്നാണ്. പക്ഷെ അങ്ങനെയല്ല. നിങ്ങൾ എന്ത് മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും അവർ അതെല്ലാം കെയർ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് മെസ്സേജ്, നിങ്ങൾക്കിടയിൽ ഒത്തിരി ഡിഫറൻസ് ഉണ്ട്. അത് കാരണം നിങ്ങൾക്കിടയിൽ പ്രോബ്ലംസ് ക്രിയേറ്റ് ആകുന്നു. ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ കാസ്റ്റ്, കൾച്ചർ, ട്രഡീഷൻ അങ്ങനെ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടായിരിക്കാം. ഇല്ല എങ്കിൽ ഏജ് ഡിഫറൻസ് ഇഷ്യൂ ആയിരിക്കാം. ഇവിടെ ഇവർക്ക് തോന്നുന്നത് ഏതോ ഒരാൾ നിങ്ങളെ ഇവർക്ക് എതിരാക്കുന്നു എന്നാണ്. ഏതോ ഒരു വ്യക്തിയാണ് സമ്മതിക്കാതിരിക്കുന്നത് നിങ്ങൾ ഇവരും തമ്മിലുള്ള മാരേജ്. അപ്പോൾ ആ ഒരു വ്യക്തി നിങ്ങളെ ഇവർക്ക് എതിരാക്കുന്നു എന്നാണ് നിങ്ങളുടെ പേഴ്സൺ വിചാരിക്കുന്നത്. ഈ ഒരു കാര്യത്തിൻ്റെ ക്ലാരിറ്റി, ഈ ഒരു കാര്യത്തിൻ്റെ ഡൗട്ട് നിങ്ങളുമായിട്ട് സംസാരിച്ച് ക്ലാരിറ്റി വരുത്തുവാൻ ആഗ്രഹിക്കുന്നു ഇവർ. കാരണം ഇങ്ങനൊരു മനസ്സിലൊരു ഡൗട്ടുണ്ട്. അപ്പോൾ നിങ്ങളോട് സംശയം തീർത്താലല്ലേ ഇവർക്ക് സമാധാനമാവുള്ളൂ. അപ്പോൾ അങ്ങനെ നിങ്ങളോട് ഈ ഒരു കാര്യത്തിനെക്കുറിച്ച് സംസാരിക്കുവാൻ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുകയാണ്, ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടി. നെക്സ്റ്റ് മെസ്സേജ്, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് ദൂരെ പോയിട്ടുണ്ട് എങ്കിൽ, അതായത് നിങ്ങളെ വിട്ട് ഇവർ ദൂരെ പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു റീസൺ, അതിൻ്റെ കാരണം എന്താണെന്ന് നിങ്ങളോട് പറയുവാൻ ഇവർ ആഗ്രഹിക്കുകയാണ്. ഇവരായിട്ട് ബ്രേക്കപ്പ് ചെയ്ത് പോയിട്ടുണ്ടാകാം നിങ്ങളോട്. അപ്പോൾ കാരണമൊന്നും പറയാതെ ആയിരിക്കാം പോയത്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ക്ലാരിറ്റി തരുവാൻ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുകയാണ്. ഇത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് തിരികെ വന്നിട്ട് അവർക്ക് എന്തൊക്കെ സംഭവങ്ങളാണ് അവരുടെ ലൈഫിൽ ഉണ്ടായത് അതിനെക്കുറിച്ചുള്ള ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് തരുവാൻ ആഗ്രഹിക്കണം. എന്തൊക്കെ മോശം സാഹചര്യത്തിൽ കൂടെയാണ് ഇവർ കടന്നു പോയത്, നിങ്ങൾക്കൊരു കോളോ ഒരു മെസ്സേജോ ചെയ്യാൻ പറ്റാത്ത എന്തോ വലിയൊരു സാഹചര്യത്തിൽ കൂടെയാണ് ഇവർ പോയത്. അപ്പോൾ അതിനെ പറ്റിയുള്ള ക്ലാരിറ്റി ഇവർ നിങ്ങൾക്ക് തരുവാൻ ആഗ്രഹിക്കുകയാണ്. നെക്സ്റ്റ് മെസ്സേജ്, ചില ആൾക്കാരുടെ പേഴ്സൺ ഇപ്പോഴും വളരെ അപ്സെറ്റ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ചിലപ്പോൾ റീസെൻറ്റ് പാസ്റ്റിൽ ഇവർ ആരെങ്കിലും ഇവരുടെ ജീവിതത്തിൽ ഇവർക്ക് വളരെ വിലപ്പെട്ട ഒരു വ്യക്തി ഇവർക്ക് നഷ്ടപ്പെട്ട് കാണും. ചിലപ്പോൾ ഇവരുടെ വീട്ടിൽ ആരെങ്കിലും ഒരു വ്യക്തി മരിച്ചു പോയി കാണും. ഇല്ല എങ്കിൽ ഇവർ വളരെ മോശമായ സാഹചര്യത്തിൽ കൂടി പോയിട്ടുണ്ടാവും. അത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവത്തില്ല. ഇപ്പോൾ നിങ്ങളോട് ഇതെല്ലാം പറയുവാൻ ആഗ്രഹിക്കുകയാണ് ഇവർ. നെക്സ്റ്റ് മെസ്സേജ്, ഇവരുടെ ഫാമിലി ഇവർക്ക് വേറെ ബന്ധം നോക്കുന്നുണ്ട്. ഓടിത് പറയുവാൻ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുകയാണ്. അതായത് ഫാമിലി നിങ്ങളുമായിട്ടുള്ള ആ ഒരു ബന്ധത്തിന് തയ്യാറാവാതെ ഇവർക്ക് വേറൊരു ബന്ധം നോക്കുകയാണ്. ഈ ഒരു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യുവാൻ ഇവർ ആഗ്രഹിക്കുന്നു. അപ്പോൾ മാരീഡ് റിലേറ്റഡ് ആയിട്ട് എന്തോ ഒരു കാര്യം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ഇവർ ഓൾറെഡി മാരീഡ് ആയിട്ടുള്ള ആളാണെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങളുടെ പേഴ്സൺ. ഇവിടെ ഓൾറെഡി മാരീഡ് ആയിട്ടുള്ള ആളാണ് എങ്കിൽ ഇവിടെ മാരേജ് വളരെ പ്രോബ്ലം നടക്കുകയാണ്. കോടതിയിൽ വരെ കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. ഡിവോഴ്സിൻ്റെ ആ ഒരു കേസ് നടക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്.
ഇനി ഫാമിലി, അതായത് തേർഡ് പാർട്ടി ഇവരുടെ മാരേജ് വേറെ എവിടെയെങ്കിലും നടത്തുവാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ, അങ്ങനെ എന്തെങ്കിലും തീരുമാനം എടുത്തിട്ടുണ്ട് എങ്കിൽ, ഇവർ നിങ്ങളെ രജിസ്റ്റർ മാരേജ് ചെയ്യാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യവും നിങ്ങളോട് പറയുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ വളരെ സാഡ് എനർജിയിലാണ് ഉള്ളത്. വളരെ മോശം സാഹചര്യത്തിൽ കൂടെ കടന്നു പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ. ഇതുകൂടാതെ ഇവരുടെ വിഷ് എന്താണോ അത് ഇവർ നിങ്ങളോട് പറയുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് ഇവർ ഒത്തിരി അമ്പലത്തിലും പള്ളികളിലും ഒത്തിരി സ്ഥലങ്ങളിൽ ഇവരുടെ ആഗ്രഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വിഷ് എന്തെന്ന് വെച്ചാൽ, നിങ്ങളുമായിട്ട് യൂണിയനിലാവണം, നിങ്ങൾ ഒരുമിച്ച് ജീവിക്കണം, ഇതാണ് ഇവരുടെ ആഗ്രഹം. അത് നിങ്ങളോട് പറയുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവർ എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ, ഇവരുടെ പ്രസൻറ്റ് സിറ്റുവേഷൻ എന്താണോ അതിലൊരു മാറ്റം കൊണ്ടുവരുവാൻ ഇവർ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ എന്താണോ ഇവരുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതിലൊരു മാറ്റം ഇവർക്ക് വേണം എന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ കാർമിക് സിറ്റുവേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ആ ഒരു കാർമിക് സിറ്റുവേഷനിൽ നിന്ന് പുറത്തു വരുവാൻ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുകയാണ്. നിങ്ങളെ ഒത്തിരി മിസ് ചെയ്യുകയാണ് ഇപ്പോൾ ഈ ഒരു സമയം. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. അതായത് ഡയറക്റ്റ്ലി അല്ലെങ്കിൽ ഇൻഡയറക്റ്റ്ലി നിങ്ങളെക്കുറിച്ച് അത്രമാത്രം ഇവർ ചിന്തിക്കുന്നു. അത് കാരണം ഇവരുടെ എനർജി നിങ്ങൾക്ക് പിക്ക് ചെയ്യാൻ സാധിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. മുന്നേ നിങ്ങൾ ഇവരോട് ഭയങ്കരമായിട്ട് സ്നേഹത്തോടെയും വളരെ സന്തോഷത്തോടെയും പെരുമാറിയിരുന്നു. പക്ഷേ ഇപ്പോൾ നിങ്ങൾ അങ്ങനെയല്ല പെരുമാറുന്നത് എന്നിവർക്ക് തോന്നുന്നു. വളരെ ജോളിയായിട്ട് ജോക്കൊക്കെ പറഞ്ഞ് ഇരുന്നവരാണ് നിങ്ങൾ. പക്ഷേ ഇപ്പോൾ നിങ്ങൾ കുറച്ചൊന്ന് ഇവരോട് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നതായിട്ടാണ് ഇവർക്ക് തോന്നുന്നത്. മുന്നേയൊക്കെ നിങ്ങൾക്ക് ഇവരോട് ഒരു കാര്യത്തിൻ്റെയും ടെൻഷൻ ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് എന്തോ ഒരു കാര്യത്തിൻ്റെ ടെൻഷൻ ഉള്ളതുപോലെയാണ് ഇവരോട് പെരുമാറുന്നത് നിങ്ങൾ. ഇവിടെ ഇവർക്ക് തോന്നുന്നത് നിങ്ങളുടെ ഉള്ളിൽ എന്തോ ഒരു ചേഞ്ചസ് വന്നു എന്നാണ്. ഒരു പേടിയുള്ളതുപോലെ നിങ്ങളിപ്പോൾ ഇവരോട് പെരുമാറുന്നു എന്നാണ് ഇവർക്ക് തോന്നുന്നത്. നിങ്ങൾ അവരുടെ എന്ത് നല്ല ക്വാളിറ്റീസ് ആണെങ്കിലും നിങ്ങളത് അപ്രീഷിയേറ്റ് ചെയ്ത് പറയും. അത് അവർക്ക് നല്ല ഇഷ്ടമായിട്ട് തോന്നുന്നുണ്ട് നിങ്ങളുടെ ആ ഒരു സ്വഭാവം. നെക്സ്റ്റ് മെസ്സേജ്, ഈ ഒരു ലോകത്തിൽ ഏതൊക്കെ സന്തോഷം വേണമെന്ന് ദൈവം ഇവരോട് ചോദിക്കുകയാണ് എങ്കിൽ, ഇവർ നിങ്ങളെ ആയിരിക്കും ചൂസ് ചെയ്യുന്നത്. അത്രത്തോളം ഇവർ നിങ്ങളെ സ്നേഹിക്കുന്നു. നെക്സ്റ്റ് മെസ്സേജ്, നിങ്ങളിൽ പല ആൾക്കാരും നിങ്ങളുടെ പേഴ്സണെ സംശയിക്കുന്നുണ്ടോ? നിങ്ങളുടെ ഈ ഒരു സ്വഭാവം കാരണം ഇവർക്ക് ഭയങ്കര ഇറിറ്റേഷനാണ് തോന്നുന്നത് എന്നാണ് ഇവർ നിങ്ങളോട് പറയുവാനുള്ളത്. ഈ ഒരു കാര്യത്തിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ നിങ്ങളുടേത് മാത്രമാണ് എന്നാണ് ഇവർ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്. എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് ഇവർ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിലുള്ള ആ ഒരു എനർജി. ഇതിൽ ഏതെങ്കിലും എനർജി നിങ്ങൾക്ക് റെസൊനേറ്റ് ആയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ എടുക്കുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.